നമസ്കാരം. ഞങ്ങൾ ഇന്ന് തലവൂര് വഴി ഒന്ന് യാത്ര ചെയ്തപ്പം ഒരു സോഷ്യൽ മീഡിയ താരത്തിനെ കണ്ടു. താരം എന്ന് പറയുന്നത് ഇവരാണ് താരം. നിങ്ങൾ ഓർക്കും ഇവരെങ്ങനെയാണ് താരം, ഇവരെങ്ങനെയാണ് താരമായെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, മറുപടി എങ്ങനെ ആകുമെന്ന് അറിയാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ടുള്ള ഒരു രഞ്ജിത സൂര്യയെ നമുക്കല്ലാതെ ഞങ്ങളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ അവരുടെ മനസ്സറിയാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പോസ്റ്റുകളിൽ കൂടി മാത്രമാണ് അവരുടെ മനസ്സുകൾ അറിഞ്ഞിട്ടുള്ളത്. എന്താണ് ഒരു അമ്മ മനസ്സെന്ന് തീർച്ചയായിട്ടും അറിയാം. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം. പേര് രഞ്ജിത സൂര്യ, സോഷ്യൽ മീഡിയ നെയിം അങ്ങനെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ രഞ്ജിത സൂര്യ എന്നുള്ളത് ഭയങ്കര ഫെയിം ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് എന്തുകൊണ്ടാണ് ഈ സൂര്യ എന്താണെന്ന്? സൂര്യ സ്വന്തം പേരാണോ? അല്ല, രഞ്ജിതയാണ് പേര്. രഞ്ജിതയുടെ മകളാണ് സൂര്യ. മകൾ ഒരു ഓട്ടിസ്റ്റിക് മോളാണ്. അന്നേരം അവളുടെ കുറേ കാര്യങ്ങൾ, അവളുടെ നിത്യമായ പല കാര്യങ്ങളും ഞാൻ പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. അവളുടെ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അവളുടെ മാത്രമല്ല, എല്ലാ തരം ഭിന്നശേഷിയുള്ള കുട്ടികളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതാറുണ്ട്. അന്നേരം അങ്ങനെ ഉണ്ടായ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പേജാണ്. അപ്പൊ ഈ സൂര്യ എന്ന് പറഞ്ഞ മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? മോൾക്ക് 18 വയസ്സ്. അപ്പൊ മോള് കൗമാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? കൗമാരക്കാരിയായ ഒരു മകളുടെ അമ്മയാണ്. ആ അമ്മയെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കിഡിന്റെ അമ്മ. അതെ അല്ലേ? ദൈവത്തിന്റെ സ്വന്തം മക്കളുടെ അമ്മയാണ്. അപ്പൊ ചേച്ചിയാണെങ്കിൽ ഞാൻ ചേച്ചിയുടെ പല വീഡിയോസ് കാണാറുണ്ട്. നമ്മൾ തമ്മിൽ പേഴ്സണലി സുഹൃത്തുക്കളുമാണ്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അച്ചയൻസ് മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പം ചേച്ചിയാണെങ്കിൽ സൂര്യൻ്റെ ഒരുപാട് ഫോട്ടോസ് ഇടാറുണ്ട്. അതിലൊരു ക്യാപ്ഷൻസ് ഒക്കെ എഴുതിയിടാറുണ്ട്. സൂര്യമോളുടെ ഭക്ഷണ രീതികളെ കുറിച്ച് എഴുതാറുണ്ട്. സൂര്യമോൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ആവേശമൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഒരു 1000 പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അതിനകത്ത് 2-3 നെഗറ്റീവ് കമൻസ്. പക്ഷെ അതിനെ ചേച്ചി ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നു. എന്തുകൊണ്ടാണെന്ന് പറയാമോ? അവഗണിക്കാത്തത് എന്തുകൊണ്ടാണ്? പലരും പറയാറില്ലേ നെഗറ്റീവ് കളയണം. തീർച്ചയായും അത് ഞാൻ എവിടുന്നെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തിനാ ഈ നെഗറ്റീവ് എടുത്ത് വെച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്ന ഒരു അമ്മയാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ, വർഷങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി സമൂഹത്തെ അറിയിക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും എനിക്ക് സൂര്യയുടെ ഈ ഒരു വീഡിയോസ് ഇടുന്ന റീൽസുകളും അവളുടെ കാര്യങ്ങൾ എഴുതിയിടുന്നതിലും കൂടി ഇപ്പം ലേറ്റസ്റ്റാണ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഫോളോവേഴ്സ് വരികയും സൂര്യമോളെ അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരിലോട്ട് എത്തി എന്നുള്ളത്. ഏകദേശം 110 കൂടുതൽ 110K കൂടുതൽ ഫോളോവേഴ്സായി. ആ ഫോളോവേഴ്സ് മുഴുവനും സെഞ്ചുറി കഴിഞ്ഞു. അതെ, അല്ല, ആ ഫോളോവേഴ്സ് വന്നത് എനിക്ക് പിന്നെ ഈ പറഞ്ഞോണം സോഷ്യൽ മീഡിയക്കകത്ത് എൻ്റെ ഒരു വിജയമാണ്. അത് എൻ്റെ കുട്ടിയെ മനസ്സിലാക്കി, അവരെ അത്രയും പേരെ എനിക്ക് മനസ്സിലാക്കിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിജയം. ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ പലതും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പോലും അതിനെ ഒന്നും അതൊരു കഥയായിട്ടോ അല്ലെങ്കിൽ അതൊരു എഴുത്തിലൂടെ പറയുമ്പോൾ അതൊരു കഥയായിട്ടോ ഒക്കെ ആയിരിക്കും ഓരോരുത്തർ കാണുന്നത്. പക്ഷേ സൂര്യമോളെ ഞാൻ ലൈവായിട്ട്, ഞാൻ കൂടുതൽ എഡിറ്റിംഗ് വീഡിയോ കുറവാണ് എനിക്ക്. അവൾ എന്താണ് ചെയ്യുന്നത് അന്നേരം അത് തന്നെയാണ് എൻ്റെ ഓൺ വോയിസ് കൊടുത്ത് ഞാൻ ഇടുന്നത്. അന്നേരം അത് കറക്റ്റായിട്ട് സൂര്യയുടെ അന്നേരത്തെ ഒരു അപ്രോച്ച് എല്ലാവർക്കും മനസ്സിലാവാനും, സൂര്യ ഇങ്ങനെയാണ്, സൂര്യ ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടിയാണ് എന്ന് വെച്ചാൽ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം നമുക്കൊന്നും ഇടാൻ പറ്റത്തില്ല. എങ്കിലും ഏകദേശം ഒരു 80% എനിക്ക് അവളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടി എങ്ങനെയാണെന്നും ഇങ്ങനെയുണ്ട് മക്കളുണ്ടെന്നും അറിയിക്കാൻ പറ്റിയതാണ് എൻ്റെ വിജയം. ഞാൻ അതുപോലെ ഒരു കാര്യം ചോദിക്കാം. ഇപ്പം സൂര്യമോള് എവിടെയാണ് പഠിക്കുന്നത്? ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ അറിയാവുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അപ്പോൾ മോളുടെ ഒരു 2 ഇയർ ബാക്കിലുള്ള വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഉള്ള വീഡിയോ എടുത്താൽ മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങൾ അമ്മയെന്ന നിലയിൽ മനസ്സിലാവുന്നുണ്ടോ? അതെ, തീർച്ചയായും. കാരണം സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് എന്നതിലുപരി എൻ്റെ മകളെ ഒത്തിരി അമ്മമാരും ഒത്തിരി അച്ഛന്മാരും ഒത്തിരി സഹോദരങ്ങളുമാണ് അവൾക്ക് പോയേക്കുന്നത്. അവരുടെ എല്ലാം ഒരു പ്രാർത്ഥന, ആ കുഞ്ഞിൻ്റെ, ഞാൻ ഇന്നലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെ ഗുരുവായൂർ പോയതിൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ച്. അതുപോലെ പല അത്രയും വേറെ ഒരു ചേർത്ത് പിടിക്കൽ, ഈ കുഞ്ഞിന് ഉള്ള പ്രാർത്ഥനയും കൂടാണ് അവളുടെ മാറ്റമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 വർഷം മുന്നേ രേഖ പറഞ്ഞ മുതൽ 2 വർഷം മുന്നേ ഉള്ള സൂര്യമോളുടെ വീഡിയോ നോക്കിയിട്ട് ഇപ്പോഴത്തെ സൂര്യമോളെ വീഡിയോ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും സൂര്യമോൾ എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന്. അത് ഞാൻ
സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിലോട്ട് എത്തിക്കുന്നത് എൻ്റെ ഒരു മെസ്സേജാണ്. മറ്റുള്ള ഭിന്നശേഷിക്കാരായ മക്കളുടെ അമ്മമാർക്കുള്ള ഒരു മെസ്സേജാണ്. രഞ്ജിത സൂര്യ എന്ന് പറയുന്ന വ്യക്തി ആ മോളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ മോളുടെ ഓരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു. മോൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി എപ്പോഴും ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ് ആ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? അത് ഫീൽ ചെയ്തിട്ടാണോ അല്ല അതിനെ അതോ പ്രതികരിക്കണം? അതെ, ഞാനിപ്പം നെഗറ്റീവ് കമന്റ് 1-2 പ്രാവശ്യമാണ് ആ ഒരു വ്യക്തി ഇട്ടെങ്കിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്ത് ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് കളയാണ്. പക്ഷേ കൂടുതലായിട്ട് എനിക്ക് ഇപ്പം ഫീൽ ആവുന്നത് സ്ത്രീകളാണ് ഇടുന്നത്, അമ്മമാരാണ്. അന്നേരം അവരും അല്ല അമ്മമാരെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് പോലും നമ്മുടെ ഈ കുഞ്ഞിനെ നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടയ്ക്ക് മനസ്സിലാക്കാത്തത് എന്തായിരിക്കാം. പക്ഷെ അവർ ഈ പറയുന്നത്, അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താ അവർ പറയുന്നത്? പൈസയ്ക്ക് വേണ്ടിയാണെന്ന്. 2 വർഷം മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയക്ക് അത് പൈസ കിട്ടുന്നുണ്ടായിരുന്നു. അന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു സമയത്തിന് മുമ്പും ഞാൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴന്നേരം ഇവർക്ക് ആർക്കും ഇത് തിരിച്ചറിയാം. പക്ഷേ എനിക്ക് ഫോളോവേഴ്സ് കൂടി പിന്നെ ഏണിംഗ് ഉണ്ട്, ഫോളോവേഴ്സിന് ഏണിംഗ് വരും, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരമാണ് ഇവർക്കെല്ലാം ഇതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആയിക്കോട്ടെ, 18 വയസ്സായ മോളെ ഞാൻ ഇതിനകത്ത് ഏണിംഗ് കൊണ്ടാണോ ഈ 18 വയസ്സ് വരെ വളർത്തിയത്? അതെങ്കിലും ചിന്തിച്ചുകൂടെ? പിന്നെ അതുപോലെ ഞാനൊരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് അമ്മമാരുണ്ട് ഭിന്നശേഷി. ചേച്ചി ഒരു സെൽഫ് എംപ്ലോയി ആണ്. അതെ, ഒരു ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ ചേച്ചിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മിക്ക ഭിന്നശേഷിക്കാരായ മക്കളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അവര് എപ്പോഴും ഈ മക്കളുടെ അടുത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ്സ് ആണ് ഇവരെല്ലാം, ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ എപ്പോഴും വേണം. അപ്പോൾ പല കുടുംബങ്ങളും അറിയാമല്ലോ, ഇങ്ങനെയുള്ള ഫാമിലികളിൽ പല കുടുംബങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ഭിന്നശേഷിയുള്ള കുടുംബങ്ങളായാലും നമ്മൾ അവർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവർക്ക് അവർക്ക് ഇന്ന കാര്യങ്ങൾ ഇത് തന്നെ രേഖ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ഉത്തരം കൂടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത്. റിയാക്ട് ചെയ്യുന്നതിനകത്ത് വേറൊരു ഘടകം കൂടെ ഉണ്ട്. നമ്മളുടെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാർ, ഞാനിത് റിയാക്ട് ചെയ്തതിന് ശേഷം, ഇപ്പോഴല്ല നേരത്തെ നമ്മൾ ഇതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറേ അമ്മമാർ എന്നെ സമീപിച്ചു. എൻ്റെ ഇൻബോക്സിലായാലും കോൾ വിളിച്ചായാലും, ഇതാണ് ചേച്ചി ഞങ്ങൾ രഞ്ജിത ഞങ്ങൾ ഇതൊന്നും ഇടാത്തത്, കാരണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ എന്തിനാ മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നേ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അവരെ പ്രചോദനം കൊടുക്കുകയായിരുന്നു. കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെ പുറകോട്ട് മാറരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്നെപ്പോലൊരു അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പം ഞാൻ പുറത്ത് പോയി സെൽഫ് എംപ്ലോയി ആണ്. ഞാൻ 17 വർഷമായി ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. അത് ഞാൻ ഇറങ്ങി എൻ്റെ അമ്മയെ, അതിനകത്തൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായത്. അതെ, തീർച്ചയായും. എൻ്റെ അമ്മ മോളെ ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ അവളുടെ അച്ഛനല്ല നോക്കാൻ പറ്റത്തില്ല. അമ്മയോ സഹോദരങ്ങളോ നോക്കിയാൽ മാത്രമേ എനിക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്യാൻ പറ്റൂ. അന്നേരം ഞാൻ അങ്ങനെ പോയി ജോലി ചെയ്യുന്നത്. പക്ഷെ ജോലി ചെയ്യാത്ത നമ്മുടെ ഈ വീട്ടിൽ തന്നെ അതിനകത്ത് ഒത്തിരിയും ഘടകങ്ങളുണ്ട്. കാരണം മിക്ക ഫാമിലി സിംഗിൾ പേരൻ്റാ. രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നവരാണ്. രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. അന്നേരം അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഇത് ഒരു ആശ്വാസമാവാം. ആ ആശ്വാസമാവുന്ന അമ്മമാരെ മാനസികമായി തകർക്കുക എന്നുള്ളത് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ അവരുടെ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. അന്നേരം അതിനെ ഒക്കെ അങ്ങനെയല്ല, നിങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നാളേ ഉള്ളൂ. ആ ഉള്ള സമയം എങ്ങനെ ആ കുഞ്ഞിനെയും നമുക്കും കുഞ്ഞിനെക്കാട്ടി നമുക്കൊരു സന്തോഷം വേണ്ടേ? ആ സന്തോഷം നമ്മൾ എങ്ങനെ അനുഭവിക്കുക എന്നുള്ളത് നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് വീണ്ടും സൂര്യയിലോട്ട് വരാം. സൂര്യ ഇപ്പം ഭക്ഷണം തന്നെ കഴിക്കാറുണ്ട്. അതെ. സ്പീച്ച് തെറാപ്പി വല്ലതും മോൾക്ക് ചെയ്യാറുണ്ട്? സ്പീച്ച് തെറാപ്പിയും കണ്ടിന്യൂസ് ഇപ്പം കിട്ടുന്നുണ്ട്. നേരത്തെ അവൾ സംസാരിക്കാൻ കുറവായിരുന്നു. അവൾ പാട്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമെങ്കിലും 1-2 വാക്കുകൾ പറഞ്ഞൊക്കെ നിർത്തുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ കൂടുതലായിട്ട് സംസാരിക്കാൻ അവൾ ടെൻഡൻസി വന്നു തുടങ്ങി, നന്നായിട്ട് മാറ്റം. അന്നേരം വീണ്ടും സ്പീച്ച് നന്നായിട്ട് അതിനെ സ്കൂളിലായാലും വീട്ടിലായാലും അവളുടെ അനിയത്തി പാറുവിനെ നമ്മൾ അത്രയും അതിനകത്ത് അവൾ പക്ഷേ ഇപ്പൊ ഷെയറിങ്ങും കൂടെ പഠിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. സൂര്യക്ക് ഇപ്പം എനിക്ക് ഞാൻ അമ്മയെന്നുള്ള അവളെ അനിയത്തിയും ഒക്കെയാണ്. ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്, ഞാൻ ഉണ്ടെങ്കിൽ അനിയത്തിക്കാണ് അവൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ചെയ്തില്ല, അവളില്ലെങ്കിലേ എനിക്ക് ചെയ്തുള്ളൂ. അന്നേരം അവൾ കൂടുതലായിട്ട് എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആവേണ്ടത് സഹോദരങ്ങളുമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും രഞ്ജിത സൂര്യ എന്ന് പറയുന്നത് എല്ലാ ഭിന്നശേഷിക്കാരായ മക്കളുടെ അമ്മമാർക്കും ഒരു പാഠമാണ്.
ഏതൊരു ചേച്ചിയൊക്കെ വിളിച്ച് സംസാരിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കാറുണ്ട് ഉറപ്പായും. ഭിന്നശേഷിക്കാരായ അമ്മമാരോട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനോധൈര്യം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത സൂര്യ എന്ന ഐഡിയിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ തരാം. അതോടൊപ്പം രഞ്ജിത സൂര്യ എന്ന അമ്മയോട്, ധൈര്യവതിയായ ഈ അമ്മയോട്, ഞങ്ങളുടെ അമ്മയുടെ വിത്ത് പെർമിഷനോടെ രഞ്ജിത സൂര്യമോളുടെ കുഞ്ഞു വീഡിയോസ് കൂടെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തോട്ടെ. ഓക്കെ, തീർച്ചയായും. വിത്ത് പെർമിഷനോട് കൂടി. അല്ലെങ്കിൽ നാളെ പറയും ഈ ദയനീയത വിറ്റ് കാശാക്കുന്നു. അതിനോട് എനിക്ക് തീർച്ചും അച്ചയൻസ് മീഡിയ എന്ന് പറയുന്നത് സാമൂഹികമായ വിഷയങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമാണ്. ഇതിനകത്തൊരു വേറൊരു ഇൻറ്റൻഷനും ഇല്ല. ഇതിനകത്തൊരു മോട്ടീവ്, പണം എന്നൊരു മോട്ടീവ് മാത്രമല്ല. അപ്പോൾ തീർച്ചയായിട്ടും സൂര്യമോളുടെ 1-2 വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ ഒരു സ്ട്രെങ്ത്, മെൻ്റൽ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും രഞ്ജിത ചേച്ചി ഇനിയും മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട്. ഞങ്ങളെപ്പോലുള്ളവർ വീണ്ടും ഉണ്ട്. ഒരു നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇട്ടാൽ രേഖാ സ്നേഹപ്പച്ച കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു സൈൻ ഔട്ടും കൂടെ പറയാം. പ്രിയപ്പെട്ട സൂര്യമോൾക്ക് വേണ്ടിയിട്ട്, സൂര്യമോളുടെ അമ്മ രഞ്ജിത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂ സന്തോഷത്തോടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാണ്. താങ്ക് യു. നമസ്കാരം.